എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ്. ലോകത്ത് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ദേവീക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ മൂകാംബിക പോലെ മറ്റൊരു ക്ഷേത്രമില്ല. സ്കന്ദപുരാണത്തിൽ കോലാപുര മാഹാത്മ്യം എന്നൊരു അധ്യായം തന്നെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. ജഗജ്ജനനിയായിട്ടുള്ള സാക്ഷാൽ ആദിപരാശക്തി പൂർണ്ണപ്രഭാവത്തിൽ വിലസുന്നൊരിടമായിട്ടാണ് മൂകാംബിക വർണ്ണിക്കപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും ഓടിയെത്താനുള്ള ഒരു രക്ഷാകേന്ദ്രമാണ് അമ്മയുടെ ഈ ആസ്ഥാനം. ചെറുപ്പം മുതൽ ഇതുവരെ ഏതാണ്ട് 500-ലേറെ തവണ ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് സൗവർണികയിൽ ഒരു കുളി കുളിച്ച് 3 നേരം അമ്മയെ തൊഴുത് 3 ശീവേലിക്കും അകമ്പടി വെച്ച് ഒന്ന് കൊടജാദ്രി കയറി ഇറങ്ങിയാൽ തീരാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മൂകാംബിക ദർശനത്തിൻ്റെ ഏതാനും ചില നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സൗവർണിക നദിയുടെ കരയിലാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ മൂകാംബിക ദേവിയുടെ കാലിൽ തൊട്ടൊഴുകുന്ന പാപനാശിനിയായിട്ടുള്ള പുണ്യനദിയാണ് സൗവർണിക. കൊല്ലൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ആളുകൾ ആദ്യം സൗവർണികയിൽ സ്നാനം നടത്തി പാപങ്ങളിൽ നിന്ന് മോചിതരായതിനു ശേഷം വേണം ക്ഷേത്ര ദർശനം നടത്താൻ എന്നാണ് ഐതിഹ്യം. ഗരുഡൻ്റെ പോലും പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ടുള്ള പുഴയാണ് സൗവർണിക. ശരിക്കും സൗവർണിക എന്ന പേര് വരുന്നത് സുപർണൻ എന്നതിൽ നിന്നാണ്. സുപർണൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ മറ്റൊരു പേരാണ്. കശ്യപ പ്രജാപതിക്ക് ദക്ഷൻ്റെ 13 പെൺമക്കളിൽ ഉണ്ടാവുന്ന സൃഷ്ടികളാണ് സമസ്ത ജീവജാലങ്ങളും എന്നാണ്. അതിൽ അതിഥിയിലുണ്ടാവുന്ന മക്കളാണ് ദേവന്മാർ, ധിതിയിലുണ്ടാവുന്നതാണ് അസുരന്മാർ, വിനിതയിലുണ്ടാവുന്നതാണ് ഗരുഡനും അരുണനും, കദ്രുവിലുണ്ടാവുന്നതാണ് നാഗങ്ങൾ. അപ്പോൾ ഗരുഡനും നാഗങ്ങളും സഹോദരങ്ങളാണെങ്കിൽ പോലും ബദ്ധശത്രുക്കളും വൈരികളുമാണ്. നാഗവംശത്തെ സമ്പൂർണ്ണമായി സംഹരിക്കുന്നവനാണ് ഗരുഡൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് സർപ്പങ്ങളെ സംഹരിച്ചതുകൊണ്ട് സർപ്പശാപം കൊണ്ട് ഗരുഡന് രോഗവും ദുരിതവും വന്നു എന്നും ആ രോഗപീഠയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഗരുഡൻ ഇവിടെ തൊട്ടടുത്താണ് ഗരുഡഗുഹയുള്ളത്. ആ ഗരുഡഗുഹയിൽ ഇരുന്ന് തപസ്സിരുന്നു എന്നും അങ്ങനെ ഈ സൗവർണിക നദിയിൽ നിരന്തരമായി സ്നാനം ചെയ്ത് ഇവിടെ ജപം ഇരുന്നിട്ട് ഗരുഡൻ്റെ പാപങ്ങളെല്ലാം കഴുകിപ്പോയി. അങ്ങനെ ഗരുഡൻ രോഗത്തിൽ നിന്ന് മുക്തനായി എന്നുള്ളതാണ്. ഗരുഡനെ പാപത്തിൽ നിന്ന് മുക്തയാക്കിയിട്ടുള്ള പുഴയായതുകൊണ്ടാണ്, സുപർണനെ പോലും ശുദ്ധീകരിച്ചിട്ടുള്ള പുഴയായതുകൊണ്ടാണ് ഇത് സൗപർണികയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ സൗപർണികയ്ക്ക് നിർണായകമായിട്ടുള്ളൊരു സ്ഥാനവും പങ്കുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെല്ലാവരും ആദ്യം സൗപർണികയിൽ വന്ന് സ്നാനം നടത്തിയതിന് ശേഷം വേണം ദേവിയെ വന്ന് കാണാൻ എന്ന് പറയുന്നത്. ഈ സൗപർണികയുടെ കരയിൽ തന്നെയാണ് സാംപ്രേ ഗണപതി ക്ഷേത്രം. ഈ ഗണപതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സൗപർണിക സ്നാനം കഴിഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതിയെ ദർശനം നടത്തിയതിന് വേണം അമ്മയെ പോയി കാണാൻ എന്നാണ്. ഈ ക്ഷേത്രവുമായിട്ട് എനിക്ക് വലിയ അടുത്ത ബന്ധമുണ്ട്. കാരണം ഞാൻ അനവധി കാലം വന്നിരുന്ന് ജപിച്ചുള്ള സ്ഥലമാണ്. ഈ ചന്ദ്രഗ്രഹണത്തിന് ഇവിടെ വന്നിരുന്ന് ജപിക്കുന്നൊരു പതിവുണ്ട്. അത് സൗപർണികയിൽ മുങ്ങിയിരുന്ന് ജപിക്കുന്നതിന്, സൗപർണിക ധ്യാനത്തിനും ജപത്തിനും തർപ്പണത്തിനും ഒക്കെ പ്രാധാന്യമുള്ള, ശരിക്കും അക്ഷരാർത്ഥത്തിൽ പുണ്യനദിയാണ്. അതിൽ ഓരോ തുള്ളി ജലവും പുണ്യമുള്ളതാണ്. സൗവർണികയിൽ മുങ്ങിയിരുന്ന് ജപിക്കുക എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹണത്തിനും അച്ഛൻ ഇവിടെ വന്നിരുന്ന് ജപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രഹണത്തിന് ഒരു ജപം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, ഗ്രഹണം ഏതാണ്ട് 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. ആ സമയം മുഴുവൻ ജപിച്ചാൽ ഒരു പുരസ്ചരണം ചെയ്തിട്ടുള്ള ഫലമാണെന്നാണ്. 1,00,000 ഒരു അക്ഷരലക്ഷം ജപിച്ചിട്ടുള്ള ഫലമാണ്. അപ്പോൾ അച്ഛൻ എല്ലാ ഗ്രഹണത്തിനും ഇവിടെ വന്ന് ജപിക്കുമായിരുന്നു. അപ്പോൾ രാത്രി വൈകിയായിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുക. ഒരു 9:30-ക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12:30-1 മണിയൊക്കെ ആവും. വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് വാച്ചോ ഫോണോ അങ്ങനത്തെ ഉപാധികളൊന്നും കയ്യിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ സമയമായി, ഗ്രഹണത്തിൻ്റെ സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഈ ഗണപതി അമ്പലത്തിലിരുന്ന് ജപിക്കും, വാച്ചും അലാറും ഒക്കെ ആയിട്ട്. അച്ഛൻ പുഴയിൽ ഇറങ്ങിയിരുന്ന് ജപിക്കും. സമയമാകുമ്പോൾ എൻ്റെ അലാറം അടിച്ചാൽ ഞാൻ ജപം നിർത്തി വന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഉറക്ക നാമം ജപിക്കും. മായ കുണ്ടലിനി ക്രിയ മധുമതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് അച്ഛന് മനസ്സിലാവുക അച്ഛൻ്റെ അലാറമാണ് ഞാൻ. അപ്പോഴാണ് അച്ഛൻ ജപം നിർത്താറ്. അപ്പോൾ അച്ഛൻ എല്ലാ ഗ്രഹണത്തിനും സൗപർണികയിലും ഞാൻ ഈ സാംപ്രേ ഗണപതി ക്ഷേത്രത്തിൽ ഇരുന്നിട്ടാണ് ജപിച്ചിരുന്നത്. പിന്നെ ഒരുപാട് നാമം കേട്ടിട്ടുള്ള ഗണപതിയാണ്. അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ബന്ധമുള്ള ഗണപതിയാണ്. മൂകാംബിക ക്ഷേത്രത്തിന് മൂകാംബിക എന്ന് പേരുണ്ടാവാൻ തന്നെ കാരണം അത് മൂകാസുരനെ കൊന്ന ഭഗവതി ആയതുകൊണ്ടാണ്.
കൗമാസുരൻ എന്ന അസുരനെ മൂകാസുരൻ എന്നാണ് വിളിക്കുക. കാരണം ദേവി ശപിച്ചിട്ട് അവൻ മൂകനായി പോയിന്ന. കോലാപുരി എന്ന് പറയും. കോലാപുരിയിൽ നിന്നാണ് കൊല്ലൂർ എന്നുള്ള പേരുണ്ടാവുന്നത്. കോല മഹർഷി തപസ്സിരുന്നിരുന്ന സ്ഥലമാണിത്. ഈ മഹർഷിയുടെ തപസ് മുടക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് കൗമാസുരൻ എന്ന് പറയുന്നൊരു അസുരൻ വരികയും അദ്ദേഹത്തിൻ്റെ യാഗം മുടക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇയാൾ അവസാനം കൂടുതൽ ശക്തി സമ്പാദിക്കാൻ വേണ്ടി പരമേശ്വരനെ ജപിക്കാനും തപസ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ പരമശിവൻ സംപ്രീതനായിട്ട് ഇയാൾക്ക് വരം കൊടുക്കുമെന്നായപ്പോൾ ഇയാൾ വരം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സരസ്വതി ദേവി ഇയാളുടെ സംസാരശേഷി ഇല്ലാണ്ടാക്കി. അങ്ങനെ മൂക്കനായിപ്പോയി. അതുകൊണ്ടാണ് മൂകാസുരൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കോപം കൊണ്ട് ഈ കോലമഹർഷിയാണ് ഭഗവതിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയാണ് ഈ ഭഗവതി എന്നുള്ളതുകൊണ്ട് കോലമഹർഷിയെ വധിക്കാൻ വേണ്ടി ഈ മൂകാസുരൻ ചെല്ലുകയും ആ സമയത്ത് അമ്മേ എന്ന് ഉറക്കെ വിളിച്ചു കോലമഹർഷി. ആ സമയത്ത് സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള അമ്മ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപമായിട്ടുള്ള ചണ്ഡികയായിട്ട് വന്ന് ആ ചണ്ഡിക ഈ മൂകാസുരനെ ശൂലം കൊണ്ട് വധിച്ചു എന്നാണ്. കൊന്ന ഊര് കൊല്ലൂര് എന്നും പറയും. കോലമഹർഷിയുടെ നാടായതുകൊണ്ടാണ് കോലാപുരി എന്നുള്ള പേരുണ്ടായത്. അപ്പം മൂകാസുരനെ വധിക്കുക എന്നുള്ളതിലൊരു തത്വമുണ്ട്. മൂകത എന്ന് പറയുന്നത് സംസാരമില്ലാത്ത അവസ്ഥ, ഡംബ്നെസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പം മൂകാസുരനെ വധിക്കുക എന്ന് പറഞ്ഞാൽ മൂകതയെ ഇല്ലാതാക്കുക, ശബ്ദത്തെ വീണ്ടും സൃഷ്ടിക്കുക എന്നാണ്. അതായത് ഇത് വാക്കിനെ തരുന്ന ദേവിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വാക്കിനെ സൃഷ്ടിക്കുന്ന ദേവിയാണ്. അതുകൊണ്ടാണ് അവിടെ സരസ്വതി ഭാവത്തിന് കൂടുതൽ പ്രാമുഖ്യമുള്ളത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപമാണ്. അവിടെ പോലും സരസ്വതി എന്ന ഭാവത്തിന് പ്രാമുഖ്യമുണ്ട്. നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ 3 നേരം 3 ഭാവത്തിലാണ് പൂജ. രാവിലെ മഹാകാളിയായിട്ടും ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായിട്ടും രാത്രി മഹാസരസ്വതി ആയിട്ടാണ് പൂജ. 3 അലങ്കാരവും 3 നേദ്യവും 3 ശീവേലിയും ഒക്കെ ഉണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പദ്ധതി തന്നെയുണ്ട്. പക്ഷെ വൈകുന്നേരം മാത്രമാണ് സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിക്കുന്നത്. സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിച്ചതിന് ശേഷം സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടിട്ട് അമ്മയെ ഇരുത്തുന്നത്. ആ സമയത്ത് മാത്രമാണ് ആ സരസ്വതി മണ്ഡപത്തിൻ്റെ കർട്ടൻസ് നീക്കിയിട്ട് ആ ദർശനം നമുക്ക് ഉണ്ടാവുന്നത്. അവിടെ പിന്നീട് സർവ്വവാദ്യങ്ങളും സംഗീതവും അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള എല്ലാ അർച്ചനകളും അവിടെ ദേവിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് കഷായ മംഗളാരതിയൊക്കെ നടക്കുന്നത്. അപ്പോൾ രാത്രിത്തെ ഭാവത്തിന് സരസ്വതി എന്ന് പറയുന്ന ഭാവത്തിന് പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വിദ്യാരംഭം വലിയ ഉത്സവമായത്. ഏത് ദേശത്തുള്ള ആളുകളും അവരവരുടെ കുട്ടികളെ അക്ഷരം എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് മൂകാംബികയിലെ സരസ്വതി മണ്ഡപത്തിലേക്കാണ് കൊണ്ടുവരിക. ഇവിടെ നിന്ന് എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ കുട്ടികൾ വിദ്വാൻമാരാവും, പണ്ഡിതന്മാരാവും എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സരസ്വതി ഭാവത്തിന് ഇവിടെ വലിയ പ്രാമുഖ്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടജാദ്രിയിലുള്ള ഗണേശ ഗുഹയ്ക്ക് മുന്നിലാണ്. കൊടജാദ്രിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ശങ്കരപീഠം എത്തുന്നതിന് മുൻപാണ് ഗണേശ ഗുഹയുള്ളത്. ഇവിടെ ഗണേശൻ്റെ ഒരു വിഗ്രഹമുണ്ട്. ഇതൊരു ഗുഹയാണ് അക്ഷരാർത്ഥത്തിൽ. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറെ ദൂരം മുന്നോട്ട് പോകുന്നത് കാണാം. എങ്ങോട്ട് വരെയാണ് ആ ഗുഹ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ ആർക്കും സാധ്യമല്ല. കാരണം അതിലൂടെ സഞ്ചരിച്ചവരാരുമില്ല. 2 പ്രബലമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ. ഒരു പക്ഷം പറയുന്നത് ഇത് കാശി വരെ നീളുന്ന ഗുഹയാണ് എന്നതാണ്. അത് ശരിയാണോ എന്ന് പറയാൻ സാധിക്കില്ല. രണ്ടാമതൊരു പക്ഷം പറയുന്നത് ഇത് ഗരുഡ ഗുഹയിലേക്കാണ് പോകുന്നത്. സൗപർണികയുടെ കരയിലുള്ള ഗരുഡ ഗുഹയുണ്ടല്ലോ, അപ്പോൾ ഈ ഗുഹയിലൂടെ നീണ്ടു പോയി കഴിഞ്ഞാൽ ഗരുഡ ഗുഹയിൽ എത്താമെന്ന് പറയുന്നുണ്ട്. സത്യമാണോ എന്ന് പറയാൻ ആരും ഇതുവരെയായിട്ടും പരീക്ഷിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ല. പക്ഷേ വളരെ പ്രസിദ്ധമായ ഒരു സങ്കേതമാണ് കുടജാദ്രി കയറ്റത്തിലുള്ള ഗണപതി ഗുഹ എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റാൻ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ തണുപ്പും കൊണ്ട് എല്ലാ ക്ഷീണവും മാറും. അപ്പോൾ എല്ലാവരും ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മുൻപൊക്കെ സ്ഥിരമായിട്ട് സിദ്ധരും സാധകരും വന്നിരുന്ന് ജപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയത് കൊണ്ടാണ് ചിത്രമൂലയിലാവട്ടെ ഗണപതി ഗുഹയിലാവട്ടെ സാധകരുടെ സാന്നിധ്യം കുറച്ച് കുറഞ്ഞതായിട്ട് കാണുന്നത്. ഈ കുടജാദ്രി കയറി ഇറങ്ങുമ്പോൾ ഈ കാട്ടിന് നടുക്ക് ഈ ഗണേശ ഗുഹയ്ക്ക് മുമ്പിൽ ഗണപതി ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം,
ഈ മൂകാംബിക ക്ഷേത്രം അടിസ്ഥാനപരമായി ഒരു കാനന ക്ഷേത്രമാണ്. വനവിഹാരിണിയാണമ്മ, വനജയാണമ്മ, കാട്ടിൽ ജനിച്ചവളാണ്. ഈ കുടജാദ്രി പോലും വനപ്രദേശമാണ്. മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്ന ഏതാണ്ട് 274 സ്ക്വയർ കിലോമീറ്റർ വനപ്രദേശമാണിത്. ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് അമ്മ എന്നാണ് സങ്കല്പം. ഈ പ്രകൃതി മുഴുവൻ ദേവിയാണ്. അതല്ലാതെ ഒരു ശ്രീകോവിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട നിലയിലല്ല. ഈ പ്രദേശത്ത് ആകമാനം ദേവിയുടെ ചൈതന്യമുണ്ട്. ഈ കാട് അമ്മ തന്നെയാണ്, അമ്മയുടെ അംബാവനമാണ് എന്നൊക്കെയുള്ള സങ്കല്പമുണ്ട്. ഒരു ശിവശക്തി ഐക്യത്തിൻ്റെ സങ്കല്പമാണ് പ്രകൃതി ആരാധന. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലകളെല്ലാം സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് എന്നാണ്. അചലം എന്നാണ് മലയ്ക്ക് പറയുക. അചലം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത് എന്നാണ്. അത് ശിവൻ്റെയും ഒരു പര്യായമാണ്. ചലിക്കാത്തവൻ, കൊടുങ്കാറ്റിന് മുന്നിലും അനങ്ങാത്തവനാണ്. എന്നാൽ ആ ശിവനെ ശിവനാക്കുന്ന തത്വമാണ് ശക്തി. ആ ശക്തി ഇല്ലെങ്കിൽ ശിവന് ചലിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ശിവനെ അചലനാക്കി നിർത്തുന്നതും ചലിപ്പിക്കുന്നതും എന്താണ്? ശക്തിയാണ്. അപ്പോൾ ഈ മലയിൽ ജീവൻ്റെ ആ ഒരു പ്രത്യക്ഷഭാവമായിട്ടുള്ള ചെടികളാവട്ടെ, വൃക്ഷങ്ങളാവട്ടെ, മൃഗങ്ങളാവട്ടെ, ഇതെല്ലാം ദേവീഭാവമാണ്. അപ്പോൾ ഇവയുടെ ഐക്യത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിക്കുന്നത്. ശിവശക്തി സംയോഗത്തിൻ്റെ ഒരു സങ്കല്പം മൂകാംബികയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള 108 ശിവാലയങ്ങളിലും 108 ദുർഗാലയങ്ങളിലും മൂകാംബികയുണ്ട് ഒരേ സമയം. അത് ദുർഗാക്ഷേത്രവുമാണ്, അത് ശിവക്ഷേത്രവുമാണ്. അവിടെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപമായിട്ടുള്ള ചണ്ഡികയുണ്ട്. എന്നാൽ അത് സ്വയംഭൂ വിഗ്രഹത്തിൻ്റെ തന്നെ ഒരു ഭാഗത്തിൽ മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മനും അടങ്ങുന്ന ശിവതത്വത്തെയും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മൂകാംബിക അമ്മയുള്ളതുപോലെ തന്നെ 4 ശിവപ്രതിഷ്ഠകൾ ആ ക്ഷേത്രത്തിന് പുറകിൽ, അമ്മയുടെ പുറകിലായിട്ട് ഒരു പ്രാണലിംഗേശ്വരൻ, ഒരു പാർത്ഥേശ്വരൻ, ഒരു ചന്ദ്രമൗലീശ്വരൻ, ഒരു നഞ്ചുണ്ടേശ്വരൻ. നഞ്ചുണ്ടേശ്വരൻ എന്ന് പറഞ്ഞാൽ കാളകൂട വിഷം ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി കാളകൂടം പാനം ചെയ്തിട്ടുള്ള നീലകണ്ഠനായിട്ടുള്ള ഭാവത്തിലാണ്. പാർത്ഥേശ്വരൻ എന്ന് പറയുന്നത് അർജുനന് പാശുപതം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി കിരാതമൂർത്തിയുടെ ഭാവത്തിൽ വന്നിട്ടുള്ള അവസ്ഥയാണ്. ചന്ദ്രമൗലീശ്വരൻ എന്ന് പറയുന്നത് ചന്ദ്രനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ചന്ദ്രൻ തപസ് ചെയ്തിട്ടുള്ള സോമനാഥൻ. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണല്ലോ. സോമൻ്റെ നാഥനായിട്ടുള്ള ചന്ദ്രമൗലീശ്വരനാണ്. അതേപോലെ തന്നെ പ്രാണലിംഗേശ്വരൻ, പ്രാണോദ്ഭവനായിട്ടുള്ള പ്രാണലിംഗമായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. അപ്പോൾ ശിവൻ്റെയും വളരെ പ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഈ ശിവശക്തി സംയോഗത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു സങ്കല്പം ഒരുപക്ഷെ ഈ പ്രകൃതി ആരാധനയിൽ ഈ മലയെ തന്നെ ദേവതാഭാവമായി കണക്കാക്കുന്നതിൽ, അവിടെയുള്ള ഓരോ സൃഷ്ടിയിലും അമ്മയുടെ ചൈതന്യമുണ്ടെന്ന് കരുതി അതിനെല്ലാം ആരാധനയോടുകൂടി സമീപിക്കുന്ന ഒരു സങ്കല്പത്തിലുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തോന്നുന്നു. നമ്മളിപ്പോൾ കൊടജാദ്രി മലയ്ക്ക് മുകളിൽ സാക്ഷാൽ ശങ്കരപീഠത്തിനടുത്താണ് ഇരിക്കുന്നത്. ഇവിടെയാണ് സാക്ഷാൽ ദേവിയുടെ ശ്രീമൂലസ്ഥാനം. ഇവിടെയാണ് ദേവി ആദ്യമായിട്ട് അവതരിച്ചതും അതേപോലെ തന്നെ കോലമഹർഷിയെ സംരക്ഷിക്കാൻ വേണ്ടി മൂകാസുരനെ വധിച്ചതും ആചാര്യസ്വാമികൾക്ക് ദർശനം നൽകിയതുമെല്ലാം ഈ കൊടജാദ്രിയിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനമായി, ഉദ്ഭവ കേന്ദ്രമായി, ആദി മൂകാംബികയായിട്ടൊക്കെ പരിഗണിക്കപ്പെടാറുണ്ട്. ആചാര്യസ്വാമികൾ തപസ്സിരുന്നിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ശങ്കരപീഠം. പലരും പലപ്പോഴും ഇത് സർവജ്ഞ പീഠമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഐതിഹ്യപ്രസിദ്ധമായിട്ടുള്ള സർവജ്ഞപീഠം കശ്മീരിലെ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണത്, പാക് ഒക്കുപ്പൈഡ് കശ്മീരിലെ നീലം താഴ്വരയിലാണ് ശാരദാപീഠം എന്നറിയപ്പെടുന്ന സർവജ്ഞപീഠം. എന്നാൽ അതിന് സമാനമായിട്ടുള്ള മട്ടിൽ നിർമ്മിക്കപ്പെട്ട ആചാര്യസ്വാമികൾ തപസ്സിരുന്നതായി പറയപ്പെടുന്നൊരു സ്ഥലമാണ് ഈ ശങ്കരപീഠം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ കർണാടക ഗവൺമെൻറ് ഒരു നാഷണൽ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കുടജാദ്രി ഉൾപ്പെടെ വനപ്രദേശമാണ്. മൂകാംബിക വൈൽഡ് ലൈഫ് റിസർവിൻ്റെ ഭാഗമാണ് ഈ കുടജാദ്രി എന്ന് പറയുന്ന പ്രദേശം. ഏതാണ്ട് 274 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം മുഴുവൻ വനമാണ്. നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം ഇത് അംബാവനമാണ്. അംബ സാക്ഷാൽ സിംഹാരൂഢയായിട്ടുള്ള അംബ വസിക്കുന്ന കാടാണിത്. ഇവിടേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അമ്മയെ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കൊടശി എന്ന് പറയുന്നൊരു പൂവുണ്ട്, കുടജ ഫ്ലവർ എന്നൊക്കെ പറയും. നമ്മുടെ മലയാളത്തിൽ കുടകപ്പാല എന്നാണ് പറയാൻ തോന്നുന്നു. സംസ്കൃതത്തിൽ അതിന് വനമല്ലിക എന്നൊക്കെ പറയും. കാട്ടിലുണ്ടാവുന്നൊരു തരം മുല്ലപ്പൂവാണ്.
അങ്ങനെയുള്ള കുടജപ്പൂവ് ധാരാളം ഉള്ളൊരു മലയാണിത്. അതുകൊണ്ടാണ് ഇതിന് കുടജാദ്രി എന്ന് പറയുന്നത്. കാട്ടിൽ കാണുന്ന മുല്ലയാണ്. മുല്ലയുടെ ഒരു മണം ഈ പ്രദേശത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ മലയ്ക്ക് അദ്രി എന്ന് പറഞ്ഞാൽ മല, കുടജം എന്ന് പറഞ്ഞാൽ പൂവ്. അങ്ങനെയുള്ള കുടജം ധാരാളമായി കാണുന്ന മല എന്ന അർത്ഥത്തിലാണ് ഇവിടെ കുടജാദ്രി എന്ന് പേര് വന്നത്. ഇത് കോലമഹർഷിയുടെ തപസ്ഥലിയാണ്. ആ കോലമഹർഷിയുടെ തപസ്സിനെ ഭംഗം ചെയ്യാൻ വന്നിട്ടുള്ള മൂകാസുരനെ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം കാളി രൂപത്തിൽ അവതരിച്ചിട്ടുള്ള ഭഗവതി നിഗ്രഹിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ കുടജാദ്രി എന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ശ്രീമൂലസ്ഥാനങ്ങൾ നമുക്ക് താഴെ കാണാൻ സാധിക്കും. അതിലൊന്ന് കാളി ഭാവത്തിലിരിക്കുന്ന രൗദ്രഭാവത്തിലിരിക്കുന്ന കാളിയുടെ സ്ഥാനമാണ്. അത് കോലമഹർഷിക്ക് ദർശനം നൽകിയിട്ടുള്ള മൂകാസുരനെ വധിച്ചിട്ടുള്ള കാളി ഭാവത്തിലുള്ള അമ്മയുടെ ഭാവമാണ്. അതേപോലെ തന്നെ കുറെ കൂടി ശാന്തയായിട്ടുള്ള പരമശിവനോടും ഗണപതിയോടും കൂടി സമേതയായിട്ടുള്ള ശാന്തസ്വരൂപിണിയായിട്ടുള്ള ദേവിയെയും നമുക്ക് മറ്റൊരു ശ്രീമൂലസ്ഥാനത്തിൽ കാണാൻ സാധിക്കും. അതാണ് ആചാര്യസ്വാമികൾക്ക് ദർശനം കൊടുത്തിട്ടുള്ള അമ്മ എന്നാണ് വിശ്വാസം. അത് പ്രസിദ്ധമാണല്ലോ. കേരളത്തിലേക്ക് ആചാര്യസ്വാമികൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും അമ്മ തിരിഞ്ഞു നോക്കാതെ നടക്കണമെന്ന് പറഞ്ഞു എന്നും. അപ്പോൾ ചിലങ്കയുടെ ഒച്ച കേട്ട് നടന്നു എന്നും. ഒരു ഘട്ടത്തിൽ വെച്ച് ചിലങ്കയുടെ ഒച്ച കേൾക്കാതെയായപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ തന്നെ അമ്മ ഉറച്ചുപോയി. അതാണ് ഇപ്പോൾ കാണുന്ന മൂകാംബിക ക്ഷേത്രം. ഇവിടെ നിന്നാണ് അമ്മേനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് കൂടെ വരാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 2 ശ്രീമൂലസ്ഥാനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്മ ഈ കൗമാസുരൻ അഥവാ ഈ മൂകാസുരനെ വധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ശൂലം ഉൾപ്പെടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഏതാണ്ട് 32 മീറ്റർ ഉയരത്തിൽ. എത്രയാണോ മുകളിലേക്ക് ഉയരമുള്ളത് അത്ര തന്നെ താഴേക്കും പോകുന്നുണ്ട് ആ ശൂലം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് പ്രകാരം 2400 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശരിയായിട്ടുള്ള കാലപ്പഴക്കം എത്രയാണെന്ന് അറിയില്ല. താഴത്തേക്ക് എത്രത്തോളം പോകുന്നുണ്ട് എന്നതും പറയാൻ സാധിക്കില്ല. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ട്രൈഡൻ്റ് ആണ്. താഴേക്കാണ് അതിൻ്റെ മുഖം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമൊക്കെ നമുക്ക് ആ പ്രദേശത്ത് കാണാൻ സാധിക്കും. താഴെ ക്ഷേത്രത്തിൽ നിന്ന് കുടജാദ്രി വരെ വരണമെങ്കിൽ ഏതാണ്ട് 40 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യണം. അത് ജീപ്പിൽ മാത്രമേ വരാൻ കഴിയുള്ളൂ. 4 വീൽ ജീപ്പിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണ കാറിലൊന്നും വന്നു കഴിഞ്ഞാൽ അത്രയും ഓഫ് റോഡാണ്, അത്രയും ദുർഘടമായിട്ടുള്ള പാതയാണിത്. അപ്പോൾ ജീപ്പിൽ തന്നെ ഒരു ഘട്ടം വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. 32 കിലോമീറ്ററോളം നമുക്ക് ഫോറസ്റ്റ് വരെ മാത്രമേ റോഡുള്ളൂ. പിന്നീട് 8 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്ട് 1.5 കിലോമീറ്റർ നടക്കണം. അങ്ങനെയാണ് ഇങ്ങോട്ടുള്ള യാത്ര. വളരെ ദുർഘടമാണ്. കുറച്ച് ആരോഗ്യമുള്ളവർക്ക് ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ നടന്ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിസുന്ദരമായിട്ടുള്ളൊരു അനുഭവമാണ്. നല്ല കാറ്റുള്ള, നല്ല തണുപ്പുള്ള, പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ആചാര്യസ്വാമികളുടെ തപസ്സിരുന്നിട്ടുള്ള ഈ ശങ്കരപീഠത്തിൽ നമുക്ക് ഇരുന്ന് ധ്യാനിക്കാനും ഏറെ നേരം ജപിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. 1.5 മണിക്കൂറോളം സമയം ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വേണം. ഏതാണ്ട് 2 മണിക്കൂറോളം സമയമാണ് ഇവിടെ ജീപ്പുകൾ നമ്മൾ കാത്തു നിൽക്കുക. അത് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകാൻ 1.5 മണിക്കൂർ വേണം. അപ്പോൾ അങ്ങനെ ഒരു സമയം കണക്കാക്കി വേണം കുടജാദ്രിയിലേക്ക് വരാൻ. കുടജാദ്രിയുടെ പ്രാധാന്യം ഇത് കോലമഹർഷി മുതൽ ആചാര്യസ്വാമികൾ വരെ തപസ്സിരുന്ന സ്ഥലമാണ്. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. അത് താഴെയുള്ള ശ്രീമൂലസ്ഥാനം മുതൽ വരുന്ന വഴിയിലുള്ള ഗണപതി ഗുഹയാവട്ടെ, ഇവിടെയുള്ള ശങ്കരപീഠമാവട്ടെ, ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ചിത്രമൂല കാണുക. ചിത്രമൂലയിൽ പിന്നെയും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള തീർത്ഥങ്ങൾ. ചിത്രമൂലയിൽ നിന്നാണ് സൗപർണികയുടെ ആദ്യത്തെ തീർത്ഥം ഉത്ഭവിക്കുന്നത്. അങ്ങനെയുള്ള 64 തീർത്ഥങ്ങൾ ചേർന്നിട്ടാണ് സൗപർണിക എന്ന് പറയുന്ന നദി ഉണ്ടാകുന്നത്. അപ്പോൾ ആ തീർത്ഥത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമൊക്കെ നമുക്ക് ചിത്രമൂലയിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇരിക്കുന്നത് കുടജാദ്രിക്ക് മുകളിലുള്ള ശങ്കരപീഠത്തിലാണ്. ഇവിടെയാണ് സാക്ഷാൽ ആചാര്യസ്വാമികൾ ദേവിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തിയത് എന്നാണ്. ആചാര്യസ്വാമികളുടെ സാന്നിധ്യമുള്ള, ആചാര്യസ്വാമികൾ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആ സാന്നിധ്യം ഇവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികളുടെ ഒരു പ്രതിഷ്ഠ ഈ ശങ്കരപീഠത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റ് പ്രതിഷ്ഠകളോ മറ്റ് വിഗ്രഹങ്ങളോ ഒന്നുമില്ല. ആചാര്യസ്വാമികളുടെ ധ്യാനാവസ്ഥയിലിരിക്കുന്ന ഒരു ബിംബമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠയുള്ളത്. കുടജാദ്രി ട്രക്കിംഗ് നടത്തുന്ന അല്ലെങ്കിൽ കുടജാദ്രിയിലേക്ക് കയറി വരുന്ന ആളുകളുടെ ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശങ്കരപീഠമാണ്. ഇതുവരെ ഇപ്പോൾ പോകാൻ അനുവാദമുള്ളൂ. പണ്ടാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചിത്രമൂലയിലേക്ക് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രമൂലയിലേക്കുള്ള ദ്വാരം കടക്കാനുള്ള പാത അടച്ചു കെട്ടിയിരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്.
ആളുകൾ അങ്ങോട്ട് കടക്കാതിരിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ കുടജാദ്രിയിലേക്ക് വരുന്ന ആളുകൾ ഇതുവരെ കയറി, ഇതാണ് ഏറ്റവും ഉയർന്ന പോയിന്റ്, ഇതുവരെ കയറി ഏതാണ്ട് 1343 മീറ്റർ ഉയരത്തിലാണ്, 1.5 കിലോമീറ്ററോളം ഉയരത്തിലാണ് കുടജാദ്രി പർവ്വതം. ആ കുടജാദ്രിയുടെ ഏറ്റവും ഉയർന്ന പോയിന്റിലാണ് ആചാര്യസ്വാമികൾ തപസ് ഇരുന്നിട്ടുള്ള സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിരിക്കുമ്പോൾ ഒരേ സമയം നമുക്ക് ശങ്കരാചാര്യസ്വാമികളുടെയും ആചാര്യസ്വാമികൾക്ക് മുമ്പിൽ പ്രത്യക്ഷയായിട്ടുള്ള ആ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപമായിട്ടുള്ള ദേവിയുടെയും സാന്നിധ്യം ഒന്നിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ദർശനം പൂർണ്ണമാവണമെങ്കിൽ കുടജാദ്രി കയറി ഇവിടെ വന്ന് കുറച്ച് സമയമെങ്കിലും ധ്യാനം ചെയ്യണം, ആചാര്യസ്വാമികളെ ധ്യാനിക്കണം, ഗുരു എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹത്തെ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടി അനുഗ്രഹത്തോടു കൂടി മാത്രമേ മൂകാംബികാ ദേവിയുടെ പ്രസാദം നമുക്ക് കിട്ടുള്ളൂ എന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് ഇവിടെ ഇരുന്നിട്ടാണ് ധ്യാനിക്കാറുള്ളത്. അമ്മയെ സ്വർണ്ണരഥത്തിലാണ് എഴുന്നള്ളിക്കുന്നത്. വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. ഇവിടുത്തെ ശിവേലിയുടെ ഒരു പ്രത്യേകത, ആ ശിവേലിക്ക് എല്ലാവരും അകമ്പടി വെക്കുന്നുണ്ട്. അമ്മ രഥത്തിൽ ഇങ്ങനെ ആ സിംഹാസനാരൂഢയായിട്ടുള്ള ശ്രീചക്രരാജ നിലയായിട്ടുള്ള സാക്ഷാൽ സിംഹാസനേശ്വരി ആയിട്ടുള്ള ആ പൂർണ്ണഭാവത്തിൽ അമ്മ ഇങ്ങനെ രാജ്ഞിയെ പോലെ ഇങ്ങനെ നഗരപ്രദക്ഷിണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തിറങ്ങി ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പരിവാരങ്ങളെല്ലാം അമ്മയുടെ കൂടെ ആ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങിയിട്ട് അമ്മയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ഒരു ഭയങ്കര സുന്ദരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് അമ്മയുടെ രഥോത്സവമാണ്.